ആകെ മെഡൽ നേട്ടം ഇക്കുറിയെങ്കിലും രണ്ടക്കത്തിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യമായിട്ടാണ് ഒളിമ്പിക്സിനായി ഇന്ത്യൻ സംഘം പാരീസിലേക്ക് എത്തിയിരിക്കുന്നത്. വിവിധ ഇനങ്ങളിലായി 117 താരങ്ങൾ രാജ്യത്തിനായി കളത്തിലിറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിലെ മലയാളി സാന്നിധ്യം ആരെല്ലാമെന്ന് നോക്കാം. ടോക്കിയോയിലെ വെങ്കലം സ്വർണ്ണമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് PR ശ്രീജേഷ് പാരീസിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ വലക്കാക്കാൻ ഇറങ്ങുന്നത്. 36-കാരനായ താരം ഇനിയൊരു ഒളിമ്പിക്സിനുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാരീസിൽ തങ്കത്തിൽ കുറഞ്ഞൊന്നും ഈ എറണാകുളത്തുകാരൻ പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പ്രധാന മെഡൽ പ്രതീക്ഷകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തുകാരൻ HS പ്രണോയ്. ലോക 13 നമ്പർ താരമായ പ്രണോയ് പരിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മറികടന്നാണ് പാരീസിലേക്ക് എത്തിയത്. മുൻ ഇന്ത്യൻ താരം ഗുരുസായി ദത്തിന്റെ ശിഷ്യനായ താരം കഠിന പരിശീലനത്തിലാണ്. കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിനിടെ താരത്തിന് ഭക്ഷ്യവിഷബാധയേറ്റിരുന്നു. ഇതിനു പിന്നാലെ ഈ വർഷം കളിച്ച ഗ്രാൻഡ് പ്രീ ടൂർണമെന്റുകളിൽ ഒന്നിൽ പോലും ആദ്യ റൗണ്ട് പിന്നിടാൻ താരത്തിനായില്ല. എന്നാൽ കഴിഞ്ഞ മാസം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ക്വാർട്ടറിലെത്തിയതോടെ ഒളിമ്പിക്സിൽ മികവ് കാട്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് താരം. അടുത്തത് റിലേയിലെ പ്രതീക്ഷകളാണ്. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, മിജോ ചാക്കോ കുര്യൻ, അമോജ് ജേക്കബ് ഇന്ത്യൻ പുരുഷ 4x400 മീറ്റർ റിലേ ടീമിലെ മലയാളി സാന്നിധ്യമാണ് ഇവർ. കൊല്ലം സ്വദേശിയായ മുഹമ്മദ് അനസിന് പാരീസിലേത് 3ാമത്തെ ഒളിമ്പിക്സാണ്. 2016-ൽ റിയോ ഒളിമ്പിക്സിൽ 400 മീറ്റർ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഈ നിലമേലുകാരന് സാധിച്ചിരുന്നു. ടോക്കിയോയിൽ 4x400 മീറ്റർ പുരുഷ റിലേയിലും 4x400 മീറ്റർ മിക്സഡ് റിലേയിലും അനസ് ട്രാക്കിലിറങ്ങിയിരുന്നു. കോട്ടയംകാരൻ മുഹമ്മദ് അജ്മലിന് ഇത് ആദ്യത്തെ ഒളിമ്പിക്സാണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ പങ്കാളിയായ താരം കൂടിയാണ് അജ്മൽ. ഏഷ്യൻ ഗെയിംസിൽ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയ മിജോ ചാക്കോ കുര്യനാണ് ടീമിലെ മറ്റൊരു മലയാളി സാന്നിധ്യം. കാസർഗോഡ് പനമ്പൂർ സ്വദേശിയാണ് മിജോ. 2023-ലെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടാൻ സാധിച്ച താരത്തിന് ഹംഗറിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനായിരുന്നു. ഡൽഹി മലയാളിയായ അമോജ് ജേക്കബും പാരീസിൽ ഇന്ത്യൻ റിലേ ടീമിനൊപ്പമുണ്ട്. 2020-ലെ ടോക്കിയോ ഒളിമ്പിക്സിലും താരം ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു. അടുത്തത് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറിന്റെ സാന്നിധ്യമാണ്. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി മെഡൽ നേടിയിട്ടുള്ള താരമാണ് കോഴിക്കോട് നാദാപുരം സ്വദേശി അബ്ദുള്ള അബൂബക്കർ. ബംഗളൂരുവിലെ സായി സെന്ററിലായിരുന്നു താരത്തിന്റെ പരിശീലനം. ഇവരെല്ലാമാണ് പാരീസിലെ മലയാളത്തിന്റെ അഭിമാന താരങ്ങൾ.